ദൈവസന്നിധിയിൽ വിശുദ്ധ എവങ്കേലിയോനെയും വിശുദ്ധ മദ്ബഹായെയും വൈദികരുടെയും വന്ന് കൂടിയിരിക്കുന്ന ഈ ഒരു ജനത്തിൻ്റെയും അനുഗ്രഹീത സാന്നിധ്യത്തിൽ വിവാഹിതരാകുവാൻ വേണ്ടി പോകുന്നു. പ്രിയപ്പെട്ട ഈ രണ്ട് മക്കൾക്കും അനുഗ്രഹീതമായ ഒരു വിവാഹദിനം നേരുകയും ഈ ഒരു ശുശ്രൂഷയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ഒരു വിവാഹ കൂദാശ ഇന്ന് മുഖ്യ കാർമ്മികനായി പരികർമ്മം ചെയ്യുക പ്രിയപ്പെട്ട ജോമിസിന്റെ സുഹൃത്തും മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിലെ വൈദികനുമായ ബഹുമാനപ്പെട്ട ജോബി പൂർണ്ണത്തിലച്ഛനാണ്. നമ്മളുടെ കൊയറിന് നേതൃത്വം കൊടുക്കുന്ന 3 വൈദികര് ബഹുമാനപ്പെട്ട ചാക്കോ മേലടത്തച്ഛൻ, ബെഞ്ചമിൻ അച്ഛൻ, കരപ്പശ്ശേരി അച്ഛൻ, 3 വൈദികരെയും അച്ഛൻ്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന കൊയർ ഗ്രൂപ്പിനെയും, അതേപോലെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നമുക്കൊത്ത് സഹായിക്കുന്നതായി പ്രിയപ്പെട്ട വൈദികരെ, നമ്മളുടെ ജോബിൻസിൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളായ നമ്മുടെ കുര്യൻ പാറമച്ചൻ, അലോഷ്യസൻ, ഡി എം ബെഞ്ചമിൻ, അതേപോലെ ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വൈദികരെയും ദൈവനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭംഗം വരാത്ത രീതിയിൽ നിൽക്കുവാനും നമ്മുടെ ക്രമീകരണങ്ങൾ ചെയ്യുവാനും ഏറെ ശ്രദ്ധിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിൽ സമർപ്പിക്കാം. നമ്മുടെ മകനായ ജോബിക്സ് ഈ നിൽക്കുന്ന മേഖലയെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണ്. സാക്ഷി കർത്താവിൽ നമ്മുടെ മകളായ മേഖൽ ഈ നിൽക്കുന്ന ജോബിക്സിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണ്. സാക്ഷി ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും ആനന്ദിക്കുമാറാകണമേ. കാരുണ്യപൂർവ്വം ഞങ്ങളുടെ ദുഃഖങ്ങൾ വായിച്ച് ദയാപൂർവ്വം ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിപ്പിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ നിറഞ്ഞുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമാവുകയും ചെയ്യട്ടെ. ഈ മണവാട്ടി ശ്രേഷ്ഠമായി തീരണമേ. നിന്നോട് ആദ്യം നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല വിശുദ്ധരോടുകൂടെ അക്ഷയ സൗഭാഗ്യങ്ങളിൽ ഞങ്ങളെ ആനന്ദിക്കുമാറാകണമേ. ദൈവമേ, നിന്റെ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബന്ധപ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. Oh
സർവ്വ
ദൈവത്താൽ പൗത്രീകരിക്കുകയും ചെയ്ത സ്വർഗീയ മണവാളനായവന് സ്തുതി. അവൻ ഭൗമിക സഭയുമായി ചെയ്ത് സ്വയം പൗരനായി തീരുകയും അശുദ്ധ വിശ്വാസികളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധമായ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവൾക്ക് മോചനം നൽകുകയും ചെയ്തു. തന്റെ സഭയുടെ വിവാഹ വിരുന്നിന് സകല ജാതികളെയും സ്വജാതികളെയും പ്രവാചകന്മാരെയും സ്ത്രീയന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവന് സദാസരുടെ മോദനം ആശ്രയിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കരുണാപൂർവം സഹായിക്കുകയും അതിന്റെ വിശ്വസ്ത മഹാമനസ്കതയോടെ സ്വീകരിക്കുകയും ചെയ്തു. നീ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിനും അതീതനും സദാ നന്മകളിൽ സമൃദ്ധനും തിന്മകളിൽ നിന്ന് വിദൂരസ്ഥനുമാകുന്നു. നീ അനശ്വരമായ അനാദിതമായ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധം നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളം കൊണ്ട് ദൈവോടെ അവളെ നിരക്കുകയും ചെയ്തു. മഹത്വത്തിന്റെ നീ അവളെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ട് ആത്മാവ് കൊണ്ടും അവൾക്ക് നീ വിവാഹ നിശ്ചയം ചെയ്ത് അവളെ നിന്റെ മണവാട്ടിയാക്കി തീർത്തു. ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ നീ ചവിട്ടി ജയം നൽകുന്ന നിന്റെ തിരുശരീരവും തിരുരക്തവും അവൾക്ക് നീ മോതിരമായി വെളിപ്പോടെ നൽകുകയും നിന്റെ സന്തോഷരശ്മിയാൽ അവളെ പ്രശോഭിപ്പിക്കുകയും ചെയ്തു. ദൈവദാനത്താൽ അവളെ നിന്നോടുകൂടെ വസിപ്പിച്ച് വിശുദ്ധ സ്ത്രീകന്മാർ മുഖേന പരിപൂർണയാക്കി. സ്ത്രീ പുരുഷന്മാരുടെ വിവാഹ നിശ്ചയം മോചനത്തിൽ കൂടുതൽ നിർത്തിയാകണമെന്നും വിവാഹ നിശ്ചയം ചെയ്തവരുടെ ആനന്ദം മോചനത്തിൽ കൂടെ പൂർണ്ണമാക്കണമെന്നും നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ വാഴ്ത്തുന്ന ഈ മോചനങ്ങളെ നീ വാഴ്ത്തി ഇവരുടെ ബന്ധത്തെ വിശദീകരിക്കണമേ. കർത്താവേ, വിശുദ്ധ സഭയുടെ മോചനത്തെ നീ വാഴ്ത്തിയ പ്രകാരം ദൈവികാശുക്കളായ മോചനങ്ങളെ നീ വാഴ്ത്തണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനത്താൽ പരിപൂർണരായി തീരണമേ. ഇവർ നിന്റെ അനുഗ്രഹം പ്രാപിച്ച് നിന്നെ പ്രകീർത്തിക്കുകയും തിരുമുമ്പാകെ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ചെയ്തു
ദാമ്പത്യത്തിന്റെ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നു. ഇവരിൽ നിന്ന് സുഹൃത നടപടികളുടെ ഹൃദയപരിമളം വീശുവാനും ഇവർ തമ്മിൽ യഥാർത്ഥ സ്നേഹവും ശാന്തിയും സമാധാനവും ഐക്യവും ഉണ്ടാകുവാനും നീടയാക്കണമേ. ആത്മാവിനും ശരീരത്തിനുമുള്ള നൈർമല്യം കാക്കുന്നതിന് അന്യോന്യം സഹായിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീയും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബഹുലവും സനാതനവുമായ കൃപയാലും ഈ മോതിരങ്ങൾ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ സഭയുടെ മക്കളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. അദൃശ്യമായി നിങ്ങളെ വിശുദ്ധാശ്രയന്മാരിൽ നിന്ന് എന്ന പ്രകാരം വിശുദ്ധാചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹോടമ്പടിയുടെ മോതിരം നീ സ്വീകരിക്കുക. ആത്മശരീരങ്ങളുടെ ആരോഗ്യത്തോടും ഹൃദയ സന്തോഷത്തോടും കൂടെ നമ്മുടെ കർത്താവിനും നമ്മുടെ പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി സമർപ്പിക്കണം. തന്റെ അഭിഷിക്തൻ വഴി പൂർത്തീകരിച്ച ദൈവം അന്യോന്യം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഈ മക്കളെ സത്യത്തിലും നീതിയിലും പൂർണ്ണരാക്കട്ടെ. തങ്ങൾ സ്വീകരിച്ച മോതിരങ്ങളോടുകൂടി സ്വർഗീയാനുഗ്രഹങ്ങൾ ഇവർ പ്രാപിക്കട്ടെ. കർത്താവ് സകല കപട സ്നേഹവും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാൽ ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ലില്ലി പുഷ്പങ്ങളെക്കാൾ സൗരവുമേറിയ പരിപാകതയിൽ തങ്ങളുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ ഇവർക്ക് ഇടയാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല പാതയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെയും റബേക്കയുടെയും വിവാഹ നിശ്ചയം സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണമാകട്ടെ. മണവാളനെ തന്റെ വീണ്ടെടുപ്പ് വഴി ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ അക്ഷയമായ മനോഹര ഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് എന്നതിലധികമായി വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും സഹവാസവും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ സംസ്കരണത്തിനും ഉതകുവാൻ ദൈവമായ കർത്താവ് ഇടയാകട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടാത് മനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങൾക്കും ഇവർക്ക് നൽകട്ടെ. ബലഹീനനും പാപികളുമായ ദാസനാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കൈക്കൊള്ളണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സന്തോഷകാലങ്ങളെയും നൽകണമേ. സുഹൃത്തുക്കളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിന് ഇവരെ സ്ഥിരപ്പെടുത്തുകയും ഇവരുടെ സന്താനങ്ങൾക്ക് അവകാശമായി കൊടുക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. വിജയപ്രദമായ സ്ത്രീയായ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവമേ,
ഞങ്ങളെല്ലാവരിലും നിന്റെ കരുണ വർഷിക്കണമേ. സാക്ഷികളാകുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ പ്രയത്നത്തിന് 30, 60, 100 മടങ്ങ് അവൻ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. അവരോടുകൂടെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴെല്ലാ സമയത്തും
ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിലുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആരാധിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവയുടെ തണലിലും സങ്കേതം സ്ഥാപിച്ചിരിക്കുന്ന ഇവരെ
മാർഗത്തിലും ഇവരെ നയിക്കണമേ. സ്വർഗ്ഗരാജ്യത്തിലെത്തിക്കുന്നതായ പാതയിൽ സഞ്ചരിക്കുവാൻ ഇവർക്ക് നീ കൃപ നൽകണമേ. ഇവർ ആധ്യാത്മിക താല്പര്യങ്ങളിൽ തൽപരരും പാപമാകുന്ന മരണത്തിൽ നിന്ന് അകന്നിരിക്കുന്നവരുമായി തീരുവാനിടയാകണമേ. ഇവർ ഒരുമിച്ച് ശ്രദ്ധിക്കപ്പെട്ട സാധാരണദാസത്തിൽ നിന്ന് ഓടിയവന്ന നിന്റെ പരിശുദ്ധിയെ സമീപിക്കുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ ഐക്യപ്പെടുത്തണമേ. ഞങ്ങളുടെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാം. ഓശോ അതുപോലെ പാപങ്ങൾക്ക് മോചനവും രോഗങ്ങളിലും എന്നെ ചൊരിയപ്പെടുമാറാകണമേ. നീതിയുടെയും സത്യത്തിന്റെയും ആഴമായ ആവേശം ചെയ്യാം. ഈ സ്വതവും കരുണാപൂർവ്വം സ്വീകരിച്ച് നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പിൽ അനുവദിച്ച് നിൽക്കുന്ന നിന്റെ ദാസനെ നീ അനുഗ്രഹിക്കണമേ. കരുണാസമ്പൂർണമായ നിന്റെ മേൽ ആശ്രയിക്കണമേ. ഞങ്ങളെല്ലാവരും നിന്റെ വലഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കാരുണ്യം ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂപമായും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. ഭാര്യമാരെ സ്നേഹിക്കുന്നവർ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. വിശ്വാസമേ എന്ന പോലെ അവനതിനെ
പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായും അവന്റെ സഭയെയും കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളാരും വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയുടെ ഭർത്താവിനെയും മാറ്റുകയും വേണം. ഭാഗ്യമോ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ഏറ്റവും സ്നേഹം ജോബിനച്ഛന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും പോലെ ജോബിൻസിൻ്റെയും മേബിൻ്റെയും ജീവിതത്തിലെ ഒത്തിരി നാളത്തെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും അവസാനമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞാൽ ഈ പരിസ്ഥിതി സുരക്ഷണം സാക്ഷിയാക്കി, ഈ ദേവാലയം സാക്ഷിയാക്കി, ക്രിസ്തുവിനെ സാക്ഷിയാക്കി ഇവരൊരു പുതിയ കുടുംബമായി മാറുകയാണ്. നമുക്ക് ആദ്യം തന്നെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രധാനമായും ജോബിൻസിനോടും ഇവളോടും രണ്ട് കാരണത്താൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാം പറയുന്ന പോലെ ഇപ്പോഴത്തെ കാലത്ത് ഇവർക്ക് ഈ പള്ളിയിൽ വരാതെ ഒരുമിച്ച് ജീവിക്കാതെ ജീവിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ പല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ പുറത്തുണ്ടായിട്ടും ഈ അൾത്താരയിൽ വന്നിട്ട് സഭ നിഷ്കരിച്ചതുപോലെ സഭ പറഞ്ഞതുപോലെ ഒരു ഭാര്യയായി ഭർത്താവായി ജീവിക്കാൻ സമ്മതം കൂടിയാൽ
നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് വികാരിയസിന്റെ പേരോട് നന്ദി. കാരണം ഇന്ന് ഈ ഇടവകയിൽ ഒരു പുതിയൊരു കുടുംബം കൂടെ ഉണ്ടാവുകയാണ്. ക്രിസ്തു കാണിച്ച മാർഗത്തിൽ ജീവിക്കുവാനും ക്രിസ്തുവിന് വേണ്ടി സഭയെ പണിതുയർത്തുവാനും ആവശ്യമുള്ള ലളിതമായ കുടുംബം. അങ്ങനെ ആ കുടുംബത്തിലേക്ക് വരാൻ സാധിച്ചതിന് നന്ദി പറയുകയാണ്. ഞാൻ തിയോളജി പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂടെ കുട്ടനാട് ചങ്ങനാശ്ശേരി ഏരിയ എന്നുള്ള പ്രദേശമുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും അവർ വെള്ളംകളിയെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഷാനം പറഞ്ഞു കേട്ടിട്ടുണ്ട്, വെള്ളം കളി നടക്കുമ്പോൾ ഒരു ബോട്ടിൽ ഏകദേശം 140-145 ആൾക്കാരുണ്ടാവുമെന്നാണ് പറയുന്നത്. 4 തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. 3 തരത്തിലുള്ള ആൾക്കാർ ബോട്ടില് തുഴയുന്നവര്, അമരത്തിരിക്കുന്നവൻ, അല്ലെങ്കിൽ പിന്നെ ബോട്ടിന് നടുക്ക് അവർക്ക് പോകാൻ വേണ്ടി പ്രോത്സാഹനം നൽകുന്ന ഒരാൾ, 4ാമതായിട്ട് തീരത്ത് നിന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് പേര് കാണാൻ സാധിക്കും. തുഴച്ചിൽക്കാര് നിങ്ങൾ രണ്ടുപേരും തന്നെയാണ്. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര ശക്തിയുള്ള ഓളങ്ങളുണ്ടെങ്കിലും ആ ഓളത്തെ കീറി വിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. തീരത്ത് നിന്ന് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാനും കൈയടിക്കാനും ഒത്തിരി പേരുണ്ടാവും. പക്ഷേ ആ കയ്യിൽ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ തോണിയിൽ അമരത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ ആ ക്രിസ്തു കാണിച്ചു തരുന്ന രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കും. ഫോൺ മേടിക്കുവാണെങ്കിൽ നമുക്കറിയാം ഫോമേഴ്സ് കടയിലേക്കാണ്. ജോബിൻസിന് ഇവിടെ ഭാര്യയായി കിട്ടുന്നത് ഈ ആൾക്കാരെയല്ല, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ ഭർത്താവായി കിട്ടുന്നത് ഈ ആൾക്കാരെയല്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വരുന്നത് ഈ ആൾക്കാരിലേക്കാണ്. അല്ലാതെ കുടുംബക്കാര്, നാട്ടുകാര്, സ്നേഹബന്ധങ്ങൾ അങ്ങനെ പലതും നമ്മൾ പറഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ കുടുംബജീവിതം പലപ്പോഴും ഇച്ചിരി പ്രശ്നങ്ങൾ വരുന്നത്. പലപ്പോഴും പഠിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ കുടുംബ കോടതിയിൽ വാക്കുകൾ അച്ഛന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ അച്ഛന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല പ്രശ്നങ്ങളും പല കുടുംബ ബന്ധങ്ങളും തകർന്നു പോകുന്നത്, അല്ലെങ്കിൽ ഡൈവോഴ്സ് ഒക്കെ എത്തി നിൽക്കുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് കുടുംബത്തിലുള്ള നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നത് പറയുന്ന കുടുംബക്കാരുടെ സ്നേഹം. നമ്മൾ ഇവരുടെ കുടുംബ ജീവിതത്തിലേക്ക് ഒത്തിരി ഇടപെടും, സ്നേഹം കൊണ്ട് ഇടപെടുന്നത്. പക്ഷേ നമ്മുടെ ഇടപെടലുകളാണ് പലപ്പോഴും ഓരോ കുടുംബ ജീവിതവും നശിപ്പിക്കുന്നത്. രണ്ടാമതായിട്ടൊരു കാര്യം പറയാനുള്ളത് മേബിളിന്റെയും ജോബിൻസിന്റെയും മാതാപിതാക്കളോടാണ്. നമുക്ക് മനസ്സിലായി നമ്മുടെ മക്കൾക്ക് കല്യാണപ്രായമായി, കെട്ടിച്ചുവിടാൻ സമയം എടുക്കുന്ന മനസ്സിലായി. നല്ല കാര്യം, നമ്മുടെ തീരുമാനം എടുത്തു. ആ തിരിച്ചറിവ് ഇന്നും കൂടെ തീരരുത്. അവരെ ഇനി ജീവിക്കാൻ വിടുക. അവർക്കറിയാം എങ്ങനെ ജീവിക്കേണ്ടതെന്ന്. നാളെ മുതൽ എന്ത് പറ്റി, എന്തുണ്ടാക്കി, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു പോകാതെ അവരെ ജീവിക്കാൻ വിടുക. അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി അവരുടെ ജീവിതത്തിൽ കൊടുക്കുക. ആ തിരിച്ചറിവ്, കല്യാണം കഴിച്ചു കുടുംബമായിട്ട് ജീവിക്കാനുള്ള ആ തിരിച്ചറിവ് ഇപ്പോൾ ഉണ്ടായത് അത് ഉണ്ടാകണം. അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി വേണം. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, ഇവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഒന്നിന് ഭാഗ്യം അല്ലെ അവരുടെ വിധി. അവർക്കറിയാം എങ്ങനെ ജീവിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ഓവറായിട്ട് ഓരോരുത്തരുടെ കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഇവിടെ വന്നവരോട് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒരു പള്ളിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്ത് ചെറുകാലം മുഴുവൻ സ്വന്തം പോലെ നോക്കാമെന്നൊക്കെ പ്രതിജ്ഞ എടുത്ത് നമ്മൾ കല്യാണം കഴിച്ച് പോയാലാ, നിങ്ങൾ കല്യാണം കഴിച്ച് പോയാലാ. പക്ഷെ എവിടെയൊക്കെയാണോ ആ പ്രതിജ്ഞ നമുക്ക് തെറ്റിപ്പോയത്, അവിടെയൊക്കെ നമ്മുടെ കുടുംബത്തിന് ചെറിയ പാളിച്ചകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പള്ളിയിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് കല്യാണം കഴിച്ചവര് നിങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ച് പോകാതെ ഇവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇതായിരിക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, നമ്മൾ ഈ വിശ്വസിക്കുന്ന ഏത് ദൈവമാണെങ്കിലും, ഏത് ഈശ്വരനാണെങ്കിലും, കർത്താവേ, ദൈവമേൻ്റെ പൊതുവായി എൻ്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ മാത്രം കരഞ്ഞു തീർത്ത രാത്രികളുണ്ട്. ഞാൻ അനുഭവിച്ച ഒത്തിരി വേദനകളുണ്ട്. ആ വേദനകളും ആ ദുരിതങ്ങളും ഈ മക്കളുടെ കുടുംബത്തിലേക്ക് വരല്ലേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു പോവുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. സ്നേഹം, ഇവിടെ എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പൊ റോമിൽ പോവുകയാണെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും, മറുപടി പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഓരോ കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പം ആ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് എപ്രകാരമാണാവോ നീ അത് ടാക്കിൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നത്, അവിടെയാണ് ഒരു ഭാര്യ എന്ന രീതിയിൽ നിന്റെ വിഷയം. ജോബിൻസെ അവള് കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് വരുമ്പോൾ നീ നിന്നെ കണ്ടുകൊണ്ടാണ് അവള് വരുന്നത്. അപ്പോൾ ജീവനോടും സ്നേഹിക്കണം എന്ന് മാത്രമേ അച്ഛന് പറയാനുള്ളൂ. അവസാനമായിട്ട്
സ്വപ്നമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരെയും സ്വപ്നം കാണുമ്പോൾ ബൈബിളിന്റെ സ്വപ്നം ജോബിൻസിന്റെ സ്വപ്നം ബൈബിളിന്റെയും നിങ്ങൾ രണ്ടുപേരുടെ സ്വപ്നം ഈശോയുടെ ആയി തീരുവാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നവുമില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും. എന്ത് പ്രശ്നം വന്നാലും ആദ്യം ഈ ആൾക്കാരിലേക്ക് വരിക. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ചില ജീവിത സാഹചര്യങ്ങളുണ്ട്. ഇപ്പം ചില പ്രൈവസി, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ഉള്ളിൽ തീരണം. മറ്റുള്ള പുറത്തേക്ക് വലിച്ചെടുക്കുന്നതുമാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ. നമ്മൾ ഇന്ന് ആൾക്കാരായിരിക്കുമ്പോൾ നമുക്കും നമ്മുടെ കുടുംബജീവിതത്തെ കുറിച്ച് ഒന്ന് ആലോചിക്കാൻ നല്ലതാണ്. ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തപ്പോൾ, പ്രതിജ്ഞ എടുത്തപ്പോൾ സഭയുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തു, വിവാഹബന്ധത്തിൽ ആയിരുന്നു അല്ലെങ്കിൽ വിവാഹബന്ധത്തിലാണ്. പക്ഷെ പലപ്പോഴും എനിക്ക് പ്രതിജ്ഞയൊന്നും പാലിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വിശുദ്ധിയെ ജീവിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ ദൈവമേ, ഇനി പള്ളിയിലായിരിക്കുമ്പോൾ ആ എഴുത്ത് പ്രതിജ്ഞ ഒന്നുകൂടെ പുതുക്കുവാനും വിശുദ്ധിയെ ജീവിക്കാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒത്തിരി അച്ഛന്മാരുകൾ വന്നിരിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും. ഒരു കാര്യം, ഇത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പോകും. ഞാനും എൻ്റെ വഴിക്ക് പോകും, അച്ഛന്മാരും പോകും, ഇവരൊക്കെ പോകും. നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ കുരിശിനെ നോക്കി ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാനും എന്ത് വന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ള വിശ്വാസത്തിന് മുമ്പോട്ട് പോകാനും സാധിക്കട്ടെ. പക്ഷെ നിങ്ങളെല്ലാവരെയും ഈ സന്ദർഭം അനുഗ്രഹിക്കട്ടെ. മകുടം
ശത്രുവിന്റെ സർവശക്തിക്കെതിരായി അജയമായ ആയുധം എന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. മകുടം
പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും ജീവനുള്ള പരിശുദ്ധന്റെ നാമത്തിലും നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ തന്റെ യഥാർത്ഥ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മന്ത്രിയിടട്ടെ. മിശിഹ തന്റെ സമയം സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും അന്യോന്യം സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. കരുണയുള്ള തന്റെ വലത് നിങ്ങളുടെ മേൽ ആസ്വദിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാനത്തോടെ നിങ്ങളോടുകൂടെ ആയിരുന്ന ആകൽക്കരുടെ സതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ സൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുന്ന നോഹയോടും മകളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ആകാശത്ത് മഞ്ഞും മഴയും ഭൂമിയിൽ പാതിപ്പിക്കുന്ന സർവ്വസംഭലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാകട്ടെ. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലയിൽ ഇറങ്ങിയ മഹോന്നതൻ നിങ്ങളെ നമ്മുടെ ഈ സംഘത്തെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സമർപ്പിക്കാം. Thank you.
സന്തോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിന്റെയും ശ്രീവായുടെയും വിശുദ്ധ ഏകഗീതയുടെയും ഈ സമൂഹത്തിന്റെയും മുമ്പാകെയുമാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും മനോഗതങ്ങൾ അറിയാത്തവന്റെയല്ല അറിയുന്നവന്റെ സന്നിധിയിലത്രേ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം ഫലപ്പെടുത്തിയിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാൻ അതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരിലും ശുമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹവും കരുണയും സമൃദ്ധമായി ആവസിക്കട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവുമായ വിശുദ്ധ കന്യക മറിയാമിന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച സകല വിശുദ്ധരുടെയും പ്രാർത്ഥനാ മുഖാന്തരം യേശുമിശിഹായുടെ വലതുകൈ നാം ഏവരിലും എപ്പോഴും വസിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൾ സ്വജനത്തെ വിട്ട ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവ്വം വർദ്ധിക്കണം. സ്വപ്രാണനെ എന്ന പോലെ അവൻ അവളോട് വർദ്ധിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. സകലത്തിലും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടി അവൾ അവന്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയെ സംബന്ധിച്ച നിങ്ങളോരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ വിശ്വാസികളായ സകല മരിച്ചുപോലെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുവാനാകണമേ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവേ, ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീർക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടവരെ, വിവാഹ കൂദാശയുടെ കർമ്മങ്ങളോട് പൂർണ്ണമാവുകയാണ്. രാമകൽമയുടെ കുടുംബത്തിന്റെ നാമത്തിൽ വധുവിന്റെയും വരന്റെയും ഭാഗത്തു നിന്ന് ഓരോ സാക്ഷികൾ മുമ്പോട്ട് വന്ന് അത് മനോപ്പെട്ടതിനു ശേഷം നേർച്ചയിട്ട് പോകുവാനായിട്ടുള്ളതായി അറിയുകയും ചെയ്യാം. Oh
സുദീപ്തമീ സ്വയംവരം സ്വപ്നം പോലെ നീ സമാഗമം മനം മുഖം സുഹാസിതം ഉയരുകളലിയുന്നുവോ മൂകിൽ കുടഞ്ഞ മാരിൽ ഇനി അനുരാഗമാ മധുരമറിഞ്ഞിടാൻ വിരലുകൾ കോർത്തിടാം അരികിലിരുന്നിടാം സദാ കണ്ണിൽ കണ്ണിൽ കലവലിഞ്ഞ കടലു പോലെ പ്രണയമാ ഈ സുധീരമാനന്ദമാ കണ്ണിൽ കണ്ണിൽ കലവലിഞ്ഞ കടലു പോലെ പ്രണയമാ ഈ സുധീരമാനന്ദമാ തൊട്ടു തൊട്ടുന്നായി ചേർന്നിരിക്കാം പാട്ടൊന്നു പാടിത്തരാം നാളേറെയായി നമ്മൾ കാത്തിടുമീ മോഹങ്ങൾ പങ്കുവെക്കാം അനുപമ സ്നേഹലോലമാ നറുചിരി തൂകി നിന്നു നാം ഇനി വരും പകലും ഇരവും നിറയുമറിയൊരാ നിറങ്ങളാൽ കണ്ണിൽ കണ്ണിൽ കലവലിഞ്ഞ കടലു പോലെ പ്രണയമാ ഈ സുധീരമാനന്ദമാ കണ്ണിൽ കണ്ണിൽ കലവലിഞ്ഞ കടലു പോലെ പ്രണയമാ ഈ സുധീരമാനന്ദമാ ഒരു പുഴയായൊഴുകുവാൻ ദിശകൾ തേടി നാം പുതുശലഭമതെന്ന പോൽ മണികൾ തേടി നാം പുലരിയിലെത്ര മാത്രകൾ ഇരുമനമൊന്നു ചേർന്നിടാൻ പലവൊരു തനിയെ ഉണരും പ്രണയ കാവ്യമായി ഇതാ ഇതാ കണ്ണിൽ കണ്ണിൽ കലവലിഞ്ഞ കടലു പോലെ പ്രണയമാ ഈ സുധീരമാനന്ദമാ കണ്ണിൽ കണ്ണിൽ കലവലിഞ്ഞ കടലു പോലെ പ്രണയമാ ഈ സുധീരമാനന്ദമാ അവൾ വരും വസന്തമായി ഇതൾ തൊടും വിലോലമായി മിഴിയാകെ കനവേകാൻ മനമാകെ കതിരാടാൻ കാണും നേരം മൗനം പോലും ഗാനമായി മാറുവാൻ ചാരേ തൂവൽ വീശും വെൺപ്രാവിൻ മന്ത്രണം കേൾക്കുവാൻ ഒഴുകാനുള്ളിലെ തേൻമതി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേൻമതി വിടരാനുള്ളിലെ വെൺമതി Come
കിളിയുണരുന്നു വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു ഉയിരുണരുന്നു ദൂരെ ആ വഴി ഈ വഴി വേറെ വേറെയായി പോകുകയോ മേലെ മാറിവിൽ ചില്ലയിൽ കൂടാ പോന്നൊരാ പക്ഷികൾ ഓർക്കുവാൻ ഓർമ്മതൻ പീലികൾ തന്നിടാം കാതിലായി മെല്ലയായി തേൻമൊഴിയൊന്നിനി ഒഴുകാനുള്ളിലെ തേൻനദി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേൻനദി വിടരാനുള്ളിലെ വെൺമതി ആ ആ നിഴലുകൾ നീങ്ങി ഇരുളലമായാറായി നദിയൊഴുകുന്നു കിളിയുണരുന്നു നിഴലുകൾ നീങ്ങി ഇരുളലമായാറായി നദിയൊഴുകുന്നു കിളിയുണരുന്നു നാളെ വാതിലിൻ ചാരയായിരം പൂവിതൾ നീട്ടുമോ ഏതോ തേങ്ങലിൻ നാദമായി പാടും വീണ തൻ തന്തി പാതയിൽ മാഞ്ഞോരാ മുദ്രയിൽ തേടിടാം പാതയിൽ തീർന്നോരാ യാത്രകൾ നാമിനി ഒഴുകാനുള്ളിലെ തേൻനദി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേൻനദി വിടരാനുള്ളിലെ വെൺമതി മുല്ലപ്പൂവിതളോ ഒളിമിന്നും പുഞ്ചിരിയായി ചിന്നും പൂമഴയോ നിൻമൊഴിയോ ചെല്ലക്കാറ്റല നീ പൊന്നില്ലി കാടായി ഞാൻ ഒന്നായി ചേർന്നിടുവാൻ ഉൾക്കൊതിയായി അനുരാഗത്താലേ ഒരു മേഘത്തുണ്ടായി ഞാനും മഴ കൊള്ളുവാനായി വന്നവളെ അഴകേ അഴകേ എന്നിൽ നിന്നും പോകാൻ
I could read your mind, 'cause I ask the same question every night. So just breathe. Breathe in, breathe deep, you know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart, it beats in perfect time with me. Baby, you know that I want mine.